നമസ്കാരം. ഞാൻ PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്. ഞാനിപ്പോൾ ഒരു അഭിമുഖമായി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യം വിശ്വാസികൾ മുന്നിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃകാപരമായൊരു ക്ഷേത്രമാണ് കിളിമരുത്തുകാവ് ശിവപാർവതി ക്ഷേത്രം. കടയ്ക്കലിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂജാതി കാര്യങ്ങളിലായാലും ക്ഷേത്ര ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലും വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ക്ഷേത്ര ജീവനക്കാരും ഒരു ഉപദേശക സമിതിയും ആ ക്ഷേത്രത്തിനെ അനുദിനം വളർത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹവുമാണ് അവിടെ ഉള്ളത്. ഇവിടെ ശിവനും പാർവതിയും കുടികൊള്ളുന്നൊരു സ്ഥിതി സന്നിധിയാണിത്. ഇവിടെ നവഗ്രഹ ക്ഷേത്രമുണ്ട്, ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്, നാഗർ ക്ഷേത്രമുണ്ട്. അങ്ങനെ എല്ലാവിധമായ ദേവന്മാരെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വളരെ അനുകരണീയമായിട്ടാണ് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ക്ഷേത്ര ജീവനക്കാർ ഇവിടെയുണ്ട്. അവർ എല്ലാവരുടെയും സമന്വയിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം ഒരു മോഡലായി, ഒരു മാതൃകാപരമായ ക്ഷേത്രമായി നിലകൊള്ളുന്നത്. നക്ഷത്ര മരങ്ങൾ ഇവിടെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അവർക്കിവിടെ എത്തി സ്വന്തം നക്ഷത്ര മരങ്ങൾക്ക് പൂജ ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. നവഗ്രഹ പൂജയുണ്ട്. എല്ലാ മേഖലയിലും സമന്വയിച്ചു നിൽക്കുന്ന ഒരു മാതൃകാപരമായ ക്ഷേത്രമായി ഈ കിളിമരുത്തുകാവ് ശിവ പാർവതി ക്ഷേത്രം ഇങ്ങനെ പരിലസിച്ച് നിൽക്കുകയാണ്. ആ ഒരു രീതിയിൽ അഭിമാനബോധത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഭരണി നക്ഷത്രത്തിന് വേണ്ടി നെല്ലിമരം, കാർത്തിക നക്ഷത്രം ജാതർക്ക് അത്തിമരം, രോഹിണി നക്ഷത്ര ജാതക്ക് ഞാവൽമരം, മകീരം നക്ഷത്ര ജാതർക്ക് കരിങ്കാലി, തിരുവാതിര കരിമരം, പുണർദം ജാതക നക്ഷത്രക്കാർക്ക് മുള, ആയില്യം നക്ഷത്രക്കാർക്ക് നാഗമരം, പൂരം നക്ഷത്രക്കാർക്ക് പ്ലാശ്, ഉത്രം നക്ഷത്രക്കാർക്ക് ഇത്തി, അത്തം നക്ഷത്രക്കാർക്ക് അമ്പഴം, ചിത്തിര നക്ഷത്രക്കാർക്ക് കൂവളം, ചോതി, ഞാൻ ചോതി നാളാണ്, ചോതി നക്ഷത്രക്കാർക്ക് നീർമരുത്, വിശാഖ നക്ഷത്രക്കാർക്ക് വയ്യങ്ക തവ്, അനിഴം നക്ഷത്രക്കാർക്ക് ഇലഞ്ഞി, കേട്ട നക്ഷത്രക്കാർക്ക് വെട്ടി. അങ്ങനെ എല്ലാ നക്ഷത്ര ജാതകർക്കും അവരുടേതായ ജാതക പ്രകാരമുള്ള മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇവിടെ എത്തി സ്വന്തം നക്ഷത്ര മരങ്ങൾക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഒരു നവഗ്രഹ ക്ഷേത്രം ഇവിടെ വളരെ എല്ലാ നവഗ്രഹങ്ങളെയും പൂജിക്കുന്നൊരു നവഗ്രഹ ക്ഷേത്രം ഇവിടെയുണ്ട്. എല്ലാ മേഖലയിലും മാതൃകാപരമായി പ്രവർത്തിക്കുന്നൊരു ക്ഷേത്രമായി കിളിമരുത്തുകാവ് ക്ഷേത്രം മാറിയിരിക്കുകയാണ്. ഇവിടെ പൂരിട്ടാതിക്ക് വേണ്ടി തേന്മാവാണ് ഇവിടെ ഉള്ളത്. ചതയത്തിന് കടമ്പ്, മൂലം നക്ഷത്ര ജാതകർക്ക് വേണ്ടി പയന, അങ്ങനെ എല്ലാവിധമായ വൃക്ഷങ്ങളും നക്ഷത്ര മരങ്ങളും നക്ഷത്ര ജാതക മരങ്ങളുമൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 16-17 ഇനത്തോളം തുളസി തന്നെ ഇവിടെ ഉണ്ട്. തികച്ചും ഒരു മാതൃകാപരമായ ക്ഷേത്രമാണ്, ഒരു മോഡലാണ്. ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ പുഷ്പങ്ങളും ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒരു തവണയെങ്കിലും എത്തി ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ദിവ്യാനുഭൂതി
അനുഭവിച്ചറിയേണ്ടതാണ്. ഇത് നേരിട്ടറിയുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്.